ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചു എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ വരികയാണ്. ദേവസ്വം ബോർഡിന്റെ പണം ദൂർത്തടിച്ചു എന്നുള്ള തെളിവുകളാണ് പുറത്തെത്തുന്നത്. പ്രതിനിധികൾ തങ്ങിയ ആഡംബര റിസോർട്ടുകളുടെ മുറി വാടക ഇനത്തിൽ അഡ്വാൻസ് നൽകിയത് മാത്രം ലക്ഷങ്ങളായിരുന്നു. ഈ പണം ചെലവഴിച്ചതാകട്ടെ ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്നും. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ പ്രതിനിധികൾക്ക് താമസമൊരുക്കിയത് കുമരകത്തെ റിസോർട്ടുകളിലുമാണ്. പ്രജിത്ത് മോഹനൻ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ പണം അത് സർക്കാർ ദൂർത്തടിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിലവിലുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളടക്കം അട്ടിമറിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ദേവസ്വം ബോർഡിന്റെ 3 കോടി രൂപ ഈ അയ്യപ്പ സംഗമത്തിനായി അനുവദിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അത് സർക്കാരോ ദേവസ്വം ബോർഡോ പണം ചെലവഴില്ലെന്ന് ഹൈക്കോടതി നൽകിയ ഉറപ്പായിരുന്നു അന്ന് ഈ ദേവസ്വം സർപ്ലസ് ഫണ്ടിൽ നിന്നും കോടികൾ ചെലവഴിച്ചത് തെളിവുകൾ ജനം ടി വി പുറത്തുവിട്ടതോടുകൂടി ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ലംഘിച്ചു എന്നുള്ളതിന് ഉറപ്പായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഡംബര റിസോർട്ടുകളിൽ അതിഥികൾക്ക് താമസമൊരുക്കി വൻ ദൂർത്ത് നടത്തി എന്നുള്ളതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എടുത്തു പറയുന്നത് ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിലെ പ്രതിനിധികൾക്കായി ഏതാണ്ട് 100 കിലോമീറ്റർ അപ്പുറത്തെ ടൂറിസം കേന്ദ്രമായിട്ടുള്ള കുമരകത്തെ ആഡംബര റിസോർട്ടുകളിലാണ് താമസമൊരുക്കിയിരിക്കുന്നത്. കുമരകത്തെ ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് 8,31,600 രൂപ, താജ് കുമരകം റിസോർട്ടിന് 3,39,840 രൂപ, പാർക്ക് റിസോർട്ടിന് 80,000 രൂപ, KTDC റിസോർട്ടിന് 25,000 രൂപ എന്നിങ്ങനെ അഡ്വാൻസ് ആയി പരിപാടി നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പണം അനുവദിച്ചു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ, അതും ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിലാണ് പറയുന്നത്. ബാക്കി തുക അത് പിന്നീട് തന്നെ ഇതേ അക്കൗണ്ടിൽ നിന്ന് നൽകാമെന്നും ഈ ഉത്തരവിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അയ്യപ്പ സംഗമത്തിൽ 4,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സർക്കാർ വാദം നേരത്തെ പൊളിഞ്ഞതാണ്. എന്നാൽ തന്നെയും ഈ പരിപാടിക്കെത്തിയ കുറച്ചു പേർക്കെങ്കിലും VVIP സൗകര്യമൊരുക്കിയതിന് ഈ രേഖകൾ ഒരു തെളിവാണ്. സാധാരണഗതിയിൽ ശബരിമലയിൽ അങ്ങനെ ഒരു സംവിധാനമേ പാടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ VVIP സംവിധാനം കുറച്ചു പേർക്കെങ്കിലും ഒരുക്കി നൽകിയിരിക്കുന്നത്. ഈ സ്പെഷ്യൽ പ്രതിനിധികൾ ആരൊക്കെയാണെന്നുള്ളതും ദുരൂഹമായിട്ടുള്ള ഒരു കാര്യമായി തുടരുന്നു. അപ്പോൾ സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശം 2021-22 കാലത്ത് ഉണ്ട് ഇത്തരത്തിലുള്ള സർപ്ലസ് ഫണ്ടുകളിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കരുത് എന്നുള്ളത്. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി നൽകിയിരിക്കുന്ന ഉറപ്പും ലംഘിച്ച് ദേവസ്വത്തിന്റെ പണം അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഈ വന്ന VVIP കൾക്കായി ദുരുപയോഗം ചെയ്തിരിക്കുന്നു, ദൂർത്തടിച്ചിരിക്കുന്നു. അനു. ശരി പ്രജിത്ത്.